ഐക്യ കമ്പനി ബംഗളൂരു നാഗസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഐക്യ ഈ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഷോറൂം തന്നെയാണ്. നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഐക്യയുടെ ഈ ഒരു വലിയ ഷോറൂം വന്നിരിക്കുന്നത്. ശരിക്കും ജനങ്ങൾ കയ്യേറി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമാത്രം ആളുകളാണ് ഈ ഒരു ഷോറൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മൂന്നാമത്തെ ഷോറൂമാണെന്നാണ് അറിയാൻ പറ്റിയുള്ളത്. ഇതിനു മുന്നേ ഹൈദരാബാദിലും മുംബൈയിലും 2 ഷോറൂം ഓരോന്നോരോന്നായിട്ടുണ്ടായിരുന്നു. ഇത് ബംഗളൂരുവിൽ ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഷോറൂമാണ് ബംഗളൂരുവിൽ സ്റ്റാർട്ട് ചെയ്ത് എന്നുകൂടി അറിയാൻ പറ്റിയിട്ടുണ്ട്. ഈ ഐക്യ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഈ ഒരു ഷോറൂമിനെ കുറിച്ചിട്ട് നമ്മളിൽ പലർക്കും ചിലപ്പോൾ വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. എന്നാൽ പ്രവാസികൾക്ക് വലിയ രീതിയിൽ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഐക്യ എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള പർച്ചേസ് ഒക്കെ പ്രവാസികൾ ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഐക്യ എന്ന് പറയുന്നത്. ഈ ഐക്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫർണിഷിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു പുതിയൊരു വീട് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഴയ വീട്ടിൽ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് ഒരു റൂമിലേക്ക് ഒരു കിച്ചണിലേക്ക് ഒരു നമ്മുടെ സെൻട്രൽ ഹാളിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ ഇതൊക്കെ ഒരു കുടക്കീഴിൽ കിട്ടുന്ന രീതിയിലാണ് ശരിക്കും ഐക്യ എന്ന് പറയുന്ന ഈ ഒരു ഷോറൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും 50ഓളം രാജ്യങ്ങളിൽ ഇന്ന് ഐക്യ പ്രവർത്തിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റിയുള്ളത്. അത് സ്വീഡനിലും ജർമ്മനിയും ജപ്പാനും സിംഗപ്പൂരും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വരുന്നുണ്ട്, സൗദി അറേബ്യ, കുവൈത്ത്, UAE. പ്രവാസികൾ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അല്ലേ. ബഹ്റൈൻ, ഖത്തർ, ഒമാൻ ഒക്കെ ആയിട്ട് ഈ ഐക്യ എന്ന് പറയുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഷോറൂം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് ഐക്യയുടെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. പ്രൈസിലേക്ക് നോക്കുന്ന സമയത്തും പ്രൈസ് റേഞ്ചും നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ, എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ സാധാരണ രീതി നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതായിരിക്കും അല്ലേ. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണാത്ത, മറ്റുള്ള വീടുകളിൽ കാണാത്തത് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്ഡേഷൻസ്, നല്ല രീതിയിൽ അപ്ഡേഷൻസ് തന്നെയാണ് ഐക്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, അതും കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും നമുക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്, അപ്ഡേഷൻസ് വരിക എന്നുള്ളത്. പൈസ നമ്മൾ ചിലവാക്കുകയാണെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും. കിച്ചണിലുള്ള ഈ ഒരു കിച്ചൺ സെറ്റിങ്സ് നിങ്ങൾ കണ്ടോ, കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു കിച്ചണിലേക്ക്, ഒരു വീട്ടിലൊരു കിച്ചൺ എങ്ങനെയാണോ അതേപോലെ നമുക്ക് കാണാനും പറ്റും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരിട്ട് നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഒരു വീട് സെറ്റ് ചെയ്യണം, പുതിയ വീട് എടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുന്ന ഒരു ഷോറൂം തന്നെയാണ് ഈ ഐക്യയുടെ വരുന്നത്. പഴയ വീടുള്ളവർക്കും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പുതിയ വീട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഐഡിയാസ് നമുക്ക് കിട്ടും. അതേപോലെ കിച്ചൺ ആയി കഴിഞ്ഞാലും ബെഡ്റൂം ആയി കഴിഞ്ഞാലും ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റിങ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എങ്ങനെ നമ്മുടെ വീട്ടിലും ഇതേപോലെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമോ, ഇതിനെന്തൊക്കെ ആവശ്യമുണ്ട്, അത് ഇവിടെ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു കിച്ചണിലേക്ക് ആവശ്യമുള്ളതായിക്കോട്ടെ, ഒരു ബെഡ്റൂമിൽ ആവശ്യമുള്ള ഒരു ഡൈനിങ് ഏരിയയിലുള്ള ആവശ്യം എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഐക്യയിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ നോക്കിയ ഒരു ബെഡ്റൂമാണിത്. ഒരു ബെഡ്റൂമിലെ ബെഡ് എങ്ങനെ, അല്ലെ പില്ലോസ് എന്തൊക്കെ വേണം, അവിടത്തേക്കുള്ള ലൈറ്റ്സ് എന്തൊക്കെ വേണം, ഒരു കബോർഡിൽ എന്തൊക്കെ വേണം, കബോർഡ് എങ്ങനെ വേണം, കബോർഡിൽ എന്തൊക്കെ വെച്ചിരിക്കണം, അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഡെക്കറേഷൻ ആവശ്യമുള്ള ഒത്തിരി പ്ലാന്റ്സ് വരുന്നുണ്ട്, ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഡെക്കറേഷനിലെ പ്രത്യേക ഒരു വിഭാഗം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പ്ലാന്റ്സ് തന്നെ പല രീതിയിലും, പല ഡിസൈനിലും, പല മോഡലിലും വരുന്ന പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. പോട്ട്സ് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, നമ്മളൊരു വീടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത് A to Z കാര്യങ്ങളുള്ള രീതിയിലാണ് ഈ ഒരു ഐക്യ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞത്. സ്റ്റോറേജ് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഫർണിച്ചർ, ടെക്സ്റ്റൈൽ, ഡെക്കറേഷൻ, ലൈറ്റിങ്, കിച്ചണോ, അപ്ലയൻസസ്, ബെഡ്, മാട്രസ്, കുട്ടികൾക്കുള്ള കുറേ കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ചെറിയ ചെറിയ ടേബിളുകൾ, സ്റ്റഡി ടേബിളുകൾ, ചെയറുകൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. കാർപ്പറ്റ്സ്, മാറ്റ്സ്, ഫ്ലോറിങ്, കിച്ചൺ വെയർ, ടേബിൾ വെയർ, നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഐക്യം നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഞാനും ഇവിടെ നിന്നുള്ള കുറച്ച് അറിവുകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതൊക്കെ ഒത്തിരി പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ, പ്രവാസികൾ തന്നെ നമ്മുടെ നാട്ടിൽ ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ടാവും. നിങ്ങൾ കമൻറ്റ് ചെയ്യാം, എന്താണ് ഐക്യ അല്ലെങ്കിൽ ഐക്യയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണോ ഐക്യ വരുന്നത്, അതല്ല ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐക്യനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാലോ. കേരളത്തിലേക്ക് നമുക്ക് ഐക്യ എത്തിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 2 ഷോറൂം മാത്രമാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3ാമത്തെ ഷോറൂമാണ് ബംഗളൂരുവിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇവിടത്തേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കാണുമ്പോഴാണ്
അത്രമാത്രം ആളുകളാണ് ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് കാണാൻ വേണ്ടി, എന്നെ പോലെ കാണാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടാവും, അതേപോലെ തന്നെ പർച്ചേസൊക്കെ നല്ല രീതിയിലൂടെ നടക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ഈ പറയുന്ന ഓരോ ട്രോളി കിടക്കുന്നുണ്ട്, ഓരോ ട്രോളിയിൽ ഇങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു കാണാൻ വേണ്ടി വന്നവരും പർച്ചേസ് ചെയ്ത് പോകും ഇത് ഇവിടുത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഒരെണ്ണോ രണ്ടെണ്ണോ വാങ്ങിക്കാൻ വന്നവർ ഈ പറയുന്നത് 5-10 ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇവിടെ ചിലപ്പോൾ തിരിച്ചു പോവുക. ബില്ലിംഗ് ഏരിയ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ ബില്ലിങ്ങിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1-2 കൗണ്ടറിലാണ് വരുന്നത്. ഒത്തിരി കൗണ്ടറുകളാണ് ഇവിടെ ബില്ലിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്രയും ആളുകളാണ് ഒരു സമയം പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും ബില്ലിംഗ് ഏരിയ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോകും. അതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെ ബില്ലിംഗ് ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ഫുഡിൻ്റെ പ്രത്യേകം ഒരു ഏരിയയിൽ തന്നെ ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, അത്രമാത്രം ആളുകളാണ് ഒരു സമയം ഇരുന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് നിന്നിട്ടും കഴിക്കുന്നുണ്ട്, ഒത്തിരി പേര് ഇരുന്നിട്ടും കഴിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സും ഇത്രയും വലിയൊരു ഏരിയയിൽ ഫുഡിന് മാത്രം സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്രമാത്രം ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഐക്യ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇവിടെ ഒരു ഷോറൂം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഇവിടേക്ക് വരാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു ഐക്യ എന്ന് പറയുന്ന ഷോറൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരുവിലേക്ക് എത്തുന്നവരാണെങ്കിൽ കെആർ മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ ഡയറക്റ്റ് ഈ പറയുന്ന സ്റ്റേഷനിലേക്ക് നഗസാന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേഷനിലേക്ക് മെട്രോ വരുന്നുണ്ട്. അവിടുന്ന് കയറി കഴിഞ്ഞാൽ നേരെ വന്നിട്ട് ഈ നഗസാന്ദ്ര എന്ന് പറയുന്ന മെട്രോയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് തന്നെ അതിന് ചേർന്ന് തന്നെയാണ് ഈ ഐക്യയുടെ ഈ ഒരു വലിയൊരു ഷോറൂം വരുന്നത്. ഇത്രയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാനും ഇവിടെ അറിഞ്ഞിട്ട് വന്ന ഒരാളാണ്. അതായത് ബംഗളൂരുവിൽ ഒരു ഷൂട്ടിന് വന്ന സമയത്താണ് ഇവിടെ ഈ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടന്നു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഷോറൂം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളത്. ഇത് ഈ ഒരു മേഖല തന്നെയാണ്, ഇങ്ങനെയുള്ളൊരു മേഖലയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഇങ്ങനെയുള്ളൊരു മേഖല ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന് കയറി നോക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ കാണുന്നത് മാത്രമല്ല നിങ്ങളിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതും ഇത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതും. മാക്സിമം ഷെയർ ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.